അല്ലെങ്കിൽ നമ്മുടെ ഈ ചായക്കട ഷൂട്ടിന് ഇതിനകത്ത് കുറച്ച് പലഹാരങ്ങളൊക്കെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡെസ്കിൽ നിന്ന് ആദർശ അമരവള വന്നാണ് ഒറ്റ ക്ലീൻ പ്ലേറ്റ് ആക്കി ആദർശ് തിരിച്ചുപോയി. എന്ന് തീരുവോ അവൻ്റെ. അപ്പം നമുക്ക് അതുപോലെ ഈ ഇത്തവണ സജീവമല്ല നിൽക്കുന്ന നമ്മുടെ കടി പോയതുപോലെ ഇത്തവണ സജീവമല്ലാതെ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സജീവമല്ലാതെ നിൽക്കുന്നു അല്ല, അവർ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന നേതാക്കൾ സജീവമല്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുക്കാൻ പറ്റില്ല. കാരണം അവർ അവശേഷിപ്പിച്ചിട്ട് പോയ ശൂന്യത ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രചരണം തീരാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഒരു 4-5 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അജണ്ടയും സെറ്റ് ചെയ്ത് നമ്മൾ ഈ ചർച്ച ചെയ്യാൻ ഒരു 5-6 വൈറ്റ് വിട്ടു എന്ന് ഇവിടെ ഇത് എരിവൊരു സഞ്ചാരത്തിന് ഇടത് മുന്നണിയിലായിരുന്നെങ്കിൽ VS അച്യുതാനന്ദനെ പോലെ ഉള്ള ഒരാൾ ഉണ്ടെങ്കിൽ പ്രചരണത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പ്രചരണത്തിനോ അല്ലെങ്കിൽ പുറത്തൊന്നും ഇറങ്ങാൻ കഴിയാത്ത പ്രായാധിക്യം കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ ചെന്നാലും ഏത് പ്രസംഗത്തിന് ചെന്നാലും എല്ലാ ദിവസവും വാർത്തയാണ്. അപ്പുറത്ത് മരിച്ചുപോയ കോടിയേരി അതുപോലെയാണ് വന്നു കഴിഞ്ഞാൽ UDFന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് ഉമ്മൻചാണ്ടി. ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും പറ്റുന്ന തരത്തിലുള്ളൊരു അസാന്നിധ്യമൊന്നുമില്ല. കാരണം എത്ര തെരഞ്ഞെടുപ്പുകളുടെ ഗതി നിർണ്ണയിച്ച, എത്ര തെരഞ്ഞെടുപ്പുകളുടെ ഭാഗതയെ നിർണ്ണയിച്ച മനുഷ്യന്മാർ 20 ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയുടെ ഡേറ്റിന് വേണ്ടി മത്സരിച്ച് ഏത് വിധേനയും തൻ്റെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണം എന്നൊരു വാശി. അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് കാര്യം പറയുന്നത് ഉമ്മൻചാണ്ടി സാർ ഒരു ഭയങ്കര പ്രാസംഗികനൊന്നുമല്ല, ഒരു ഈ മലയാള ഭാഷ എടുത്ത് കയ്യിലിട്ട് അമ്മാനമായിട്ടൊന്നും മനുഷ്യനൊന്നുമില്ല. പക്ഷേ പുള്ളി ഒരു സ്ഥലത്തുണ്ടാക്കുന്ന ഒരു പ്രസൻസ് ഉണ്ടല്ലോ, പുള്ളി ഒരു സ്ഥലത്തുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പല തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു ഈ പുറമേ കൊണ്ടാക്കുന്ന ഇമ്പാക്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി പറന്നെത്തുകയാണ്. അവിടെ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അജണ്ടയാണ് പ്രശ്നപരിഹാരം. അവിടെ എത്തിക്കഴിഞ്ഞ് പുള്ളി വന്നു കേട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് മുതൽ വർക്ക് പൂർണ്ണമായിട്ട് നടക്കും. അതുപോലെ തന്നെയാണ് ഇപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ സജീവം അല്ലെങ്കിൽ ഇപ്പോഴാണ് സജീവം AK ആന്റണി ഏറ്റവും ഷാർപ്പ്. എനിക്ക് തോന്നുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ഷാർപ്പ് ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇറങ്ങി പറയുന്ന മറ്റേ 2-3 പ്രസംഗത്തിലാണ് UDFന്റെ അജണ്ട സാധാരണ ഇവിടെ സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ അതിന് മറുപടി പറയാൻ വേണ്ടി എതിരാളികൾ ഇറങ്ങുന്നു. ഈ സാധാരണ സംഭവിക്കുന്നതാണല്ലോ. ഇപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അതിനെ കീഴ്മേൽ മറിച്ച് കളഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഒറ്റ അടിയാണ്. മത്സരം ഇടതു മുന്നണിയും മത്സരം UDFും BJPയും തമ്മിൽ. ആ ഒരൊറ്റ പ്രസംഗത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ. കാരണം അങ്കലാപ്പല പോയി, തല തേങ്ങ വീണക്കായി പോയി LDF. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി എന്തൊരടിയാനടിച്ച്. അപ്പോൾ അതുപോലെ വളരെ കൃത്യമായി അടിക്കുന്ന അടി. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് VSൻ്റെ ഒരു പ്രസംഗം. അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ VS കൊണ്ടുവന്നിറങ്ങുകയാണ്. പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണ്. ഒറ്റ ചോദ്യം ചോദിക്കുന്നു, വണ്ടി കയറി പുള്ളിയുടെ വഴിക്ക് പോകുന്നു. എല്ലാവരുടെയും VSനെ പ്രായമായെന്ന് പറഞ്ഞപ്പോൾ VS പറഞ്ഞത് അമൂൽ ബേബി പ്രസ്താവന. അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പം പോലും ആളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അമൂൽ ബേബി പ്രസ്താവന. VS അന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. അന്ന് VSനേക്കാൾ പ്രായമുള്ള അവിടെ കരുണാനിധിയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് അക്കേഷ്. ഇപ്പൊ കരുണാനിധിക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് VSന്റെ പ്രായത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് അവരുടെ ഈ ജീവിതത്തിൽ നിന്ന് അവരുടെ ഈ പരിചയത്തിൽ നിന്നൊക്കെ അവർ ആർജിച്ചെടുത്തൊരു സാധനമാണ്. ഈ ടൈമിങ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര ടൈമിംഗ് ഒന്നുമില്ല. സച്ചിൻ തെണ്ടുൽക്കറിനോടും ഇല്ലാത്ത ടൈമിംഗാണ് പല സാധനത്തിനത്. തലയ്ക്കാണല്ലോ അടിക്കുന്നത്. അപ്പം കോടിയേരിയുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ എല്ലാ അവശകൾക്കിടയിലും കോടിയേരി പിണറായിക്കൊപ്പം തോളോട് തോള് ചേർന്ന് നയിച്ചൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട്. എനിക്കൊന്ന് സാധനം സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായിട്ട് ഈ വിഷയം ട്വിസ്റ്റ് ചെയ്ത് മാറ്റി വേറെ വിഷയത്തിലേക്ക് എത്തിക്കാൻ കോടിയേരി അതിസമർത്ഥനാണ്. അതിൽ പുള്ളിയുടെ മുഖത്ത് നോക്കി നമുക്ക് അങ്ങനെ ദേഷ്യപ്പെടാനുണ്ട്. പുള്ളി ഇങ്ങനെ വളരെ വളരെ തന്മയത്വത്തോടെ ആളുകളെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നേതാവായിരുന്നല്ലോ. ഈ പലപ്പോഴും ഗോവിന്ദമാഷിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അത് കോടിയേരി കൈകാര്യം ചെയ്ത പോലെ ഗോവിന്ദമാഷിന് പലപ്പോഴും പറ്റിയെന്ന് വരുന്നില്ല. കാരണം മാഷി മറ്റേ മാഷ് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ആ തരത്തിലേക്ക് കോടിയേരിക്ക് ഏത് തരത്തിലുള്ള ആളുകളെയും രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കേണ്ട സമയത്ത് പരിഹസിക്കുക, തമാശയാക്കേണ്ട സമയത്ത് തമാശയാക്കുക, അതല്ല ഇനി ഷാർപ്പായിട്ട് പറയേണ്ട സ്ഥലത്താണെങ്കിൽ അവിടെ ഷാർപ്പായിട്ട് പറയുക. ഇതെല്ലാം പുള്ളിക്ക് വളരെ അനായാസം വഴങ്ങുന്ന ഒരു
ആളായിരുന്നു കോടിയേരി. അതുകൊണ്ട് തന്നെ കോടിയേരിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാനം എനിക്കൊന്ന് പാർട്ടിക്ക് പ്രതിസന്ധി വരുന്ന ഘട്ടത്തിലാണ് കോടിയേരി ഈ രക്ഷകനായിട്ട് വന്ന് നിൽക്കുന്നത്. ഒന്നുകിൽ വിഷയം മാറ്റും, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തെ ഒരു വിഷയം എതിരാളികൾക്ക് നേരെ ഉന്നയിച്ചു കൊടുക്കും. ഇവരൊക്കെ നിരന്തരം ഈ വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ എനിക്കൊന്ന് ലല്ലുവൊക്കെ പണ്ട് നേരത്തെ ഈ ആക്ഷേപാസ പരിപാടികൾ ചെയ്തുകൊണ്ട സമയത്ത് നിങ്ങളുടെയൊക്കെ ഇഷ്ട വിഭവങ്ങളായിരിക്കും നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കാരണം ഇലക്ഷനെ പിന്നെ വലിയ പണിയൊന്നും നടക്കട്ടില്ല, ഇങ്ങനെ ഇരുന്നാൽ മതി. ഡെയിലി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കില്ല. കാരണം ഒന്ന് ഇവരുടെ പൊതുസമ്മേളനങ്ങളിൽ ഇവരുടെ പ്രസംഗം അതാണല്ലോ ഈ ഒരു ക്ലാസ് ഐറ്റം എന്ന് പറയുന്നത്. അതാണല്ലോ പൊതുസമ്മേളനങ്ങളിൽ ഇവരിൽ നിന്ന് സംസാരിക്കുന്നതും വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതൊക്കെ ഒന്നുമില്ല. പൊതുസമ്മേളനത്തിൽ വന്നതിനും മറ്റേ വിരിഞ്ഞാടുക എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്. ഈ പ്രത്യേകിച്ച് ഈ കോടിയേരി സഖാവൊക്കെ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് AK സെൻ്ററി വാർത്താ സമ്മേളനം നടത്തുന്നതും നേരെ ഈ പാർട്ടി അണികൾക്കിടയിൽ ഒന്നത് ഈ 10,000-കണക്കിന് മനുഷ്യന്മാർ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു സംഭവമില്ല, അത് വൈബ് വേറെയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ ഡെയിലി വാർത്തയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ നെറുകും തലയ്ക്ക് അടിച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഓരോ വിഷയത്തിലും വളരെ സരസമായ തരത്തിൽ ഇവരെല്ലാം പ്രതികരണം. എനിക്ക് തോന്നുന്നു ലല്ലു അത് പറഞ്ഞപ്പോഴായിരുന്നു തോന്നുന്നു ഈ നേതാക്കൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വൈബ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്നും VS നല്ല പ്രായത്തിൽ നിൽക്കാറില്ല. അപ്പോൾ VS പ്രചരണ രംഗത്ത് ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഡോക്ടറൊക്കെ പറഞ്ഞിരുന്നത് ഒരു ദിവസം ഒരിടത്ത് മാത്രം പോകാം, അധികം പൊടി. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 ദിവസം അന്ന് VS തെരഞ്ഞെടുപ്പിന് മുമ്പ് അധികം പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം VS പ്രചരണത്തിന് പോയി കഴിഞ്ഞപ്പം ഈ പോക്കറ്റിൽ എഴുതി വെച്ച VS വായിക്കായിരുന്നില്ല. അപ്പോൾ എഴുതി വെച്ചത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും ആളുകൾക്കൊരു വിഷമമായിരുന്നു ഈ പഴയ VSൻ്റെ ആ ഒരു ഇത് പോയി എന്ന്. 3-ാമത്തെ ദിവസം പ്രസംഗത്തിലേക്ക് VS വന്നു കഴിഞ്ഞപ്പം VS പയ്യെ ഈ സാധനം പയ്യെ ഇവിടെ പോക്കറ്റിലോട്ടങ്ങ് താത്ത് VS പതിയെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ആളുകൾക്ക് ആവശ്യമായി. പിന്നെ 4-ാമത്തെ 5-ാമത്തെ ദിവസമോ കാണുന്നത് ഒരു ദിവസം ഒരു പരിപാടി എന്നുള്ളത് VSൻ്റെ ഓഫീസ് അറിയാതെ VS ഒരു പരിപാടി കൊണ്ട് എടുക്കും, 2 പിന്നെ 3 പിന്നെ എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പോയ നേതാവ് ഈ പോഡിയത്തിൽ പോഡിയത്തിൽ പിടിച്ചിട്ടുള്ള നിപ്പ് ഓർമ്മയില്ല. അതായത് മറ്റേ റാ പോലെ വളയും VS സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഇതിങ്ങനെയാണല്ലോ പോണത്. ഇങ്ങനെ മറ്റേ പരശുരാമൻ മഴുവട്ടൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത്. പരശുരാമൻ മഴുവെറിയുന്ന പോലെ തന്നെയാണ് എതിരാളിയുടെ തലയ്ക്ക് ഉച്ചാന്തലയ്ക്ക് നോക്കിയുള്ള അടി എന്ന് പറഞ്ഞാൽ. അയ്യോ, ഞാൻ കാഴ്ചകളൊക്കെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ല 4-5 ദിവസം കഴിഞ്ഞാൽ പ്രചരണ തീരുകയാണ്. എവിടെ ആൾക്കൂട്ടം എവിടെ? ആള് നേതാക്കന്മാർക്ക് വേണ്ടി ആർത്തലയ്ക്ക് ആന്റണി വന്ന് പണ്ട് VSനെതിരെ പറഞ്ഞ VS പറഞ്ഞ പിന്നെ ആറാട്ടും പ്രയോഗം കൊണ്ട് തന്നെ ഒരാളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന അങ്ങേ അറ്റം തകർത്ത് തരിപ്പണമാക്കാത്ത പ്രയോഗം. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും പുള്ളിയുടെ തൊണ്ടയ്ക്ക് ശബ്ദമില്ല, എന്നിട്ട് പോലും പുള്ളി പോയി പങ്കെടുത്ത യോഗങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ കണ്ണു തള്ളിപ്പോകും. അതായത് ഊർജ്ജസ്വലരായ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തതിൻ്റെ 2 ഇരട്ടി പരിപാടിക്ക് പുള്ളി പോയിട്ടുണ്ട്. അല്ല അതിപ്പം ഇവർ രണ്ടുപേരായാലും ഈവൻ VS ആയാലും പറയല്ലോ, കഴിഞ്ഞ മുമ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലെഫ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പോയ ആൾ VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ആളുകളെ കാണുന്നതോടെ എനിക്ക് തോന്നുന്നു ആളുകളെ കാണാതിരുന്നാണ് ഇവരെല്ലാം ദുർബലരായി പോകുന്നത്. ആളുകളെ കണ്ടുകൊണ്ടിരുന്നാൽ ആളുകളുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ നേതാക്കന്മാർക്കും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അവർക്കൊരു ആ ഒരു എനർജിയാണ്, ആ ആളുകളിൽ നിന്നൊരു എനർജി സ്വീകരിച്ചാണ് ഇവരിങ്ങനെ നിൽക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ലെഫ്റ്റിലെ പിണറായി വിജയൻ ഇപ്പോൾ എല്ലായിടത്തും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെല്ലേണ്ട അവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ 10-22 ദിവസത്തെ എല്ലായിടത്തും മുഖ്യമന്ത്രി അല്ലാതെ അങ്ങനെ ഒരാൾ CPM നിന്ന് അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ വേറെ ആളില്ലെന്നുള്ളത്. അപ്പുറത്തും ഇതേ വിഷയമാണ്. കാനം ഉണ്ടായിരുന്നത് ഒരു പരിധിവരെയൊക്കെ കാനം പരിഹരിക്കുമായിരുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം അപ്പോൾ ഉണ്ട്, ബിനോയ് വിശ്വത്തിന് 2 ജോലിയായി. ബിനോയ് വിശ്വത്തിന് ആ തരത്തിലേക്ക് എല്ലാ തരത്തിലും ചെല്ലേണ്ട ഒരാളായി ബിനോയ് വിശ്വത്തിന് വന്നു. അപ്പോൾ കാനത്തെ പോലത്തെ ആളുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറേ അത് കാനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ CPM തമ്മിൽ ഭയങ്കര സിങ്കായി. ഈ സിങ്കായതിനു ശേഷം സത്യം പറഞ്ഞാൽ അതൊരു കാനം പിണറായി മന്ത്രിസഭയ്ക്ക് കൊടുത്ത അല്ലെങ്കിൽ LDFന് മൊത്തത്തിൽ കൊടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് പലർക്കും ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. ഇതെന്താണ് ഇങ്ങനെ? പക്ഷേ പൊളിറ്റിക്കൽ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ കാനത്തിൻ്റെ വാക്കുകൾക്കൊരു വല്ലാത്ത ഗാംഭീര്യം ഉണ്ടായിരുന്നു. കേരള പൊളിറ്റീഷ്യനത് എപ്പോഴും കാനം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ കാനത്തിൻ്റെ പോക്ക് ഇതിനൊക്കെ പെട്ടെന്നാണ് കാനം കടന്നു പോകുന്നത്. ഇങ്ങനെ ഞാനീ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ണേ കരളെ VS എന്നുള്ള ആ വിളി കേൾക്കാൻ വേണ്ടി മാത്രം ക്യാമറ തൂക്കി അവിടെ പോയി. കാരണം നമുക്ക് വേണമെന്നല്ല, ഈ ജനത്തിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ. അതായത് VSനെ ഒന്ന് തൊടാൻ, അല്ലെ ഒന്ന് തൊട്ട് തൊഴുവാൻ, അല്ലെ VSൻ്റെ അടുത്തൊന്ന് നിൽക്കാൻ, VS എന്താണ് പറയുന്നതെന്ന് കാണാൻ. അല്ലാതെ VSൻ്റെ ഈ
ആദ്യം BDJs വന്നല്ലോ. BDJs വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ നേതൃത്വത്തിൽ SNDPയുടെ ഒരു വലിയ CPMന്റെ ബാക്ക് ബോണായി നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടാണ് സ്പ്ലിറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് VS ഇറങ്ങിയിട്ട് VS പറയുന്നതാണ് ഇവരുടെ സംഭാവന എന്താണെന്ന് വെച്ചാൽ അന്ന് ഹെലികോപ്റ്റർ കൊടുത്തല്ലോ, ഹെലികോപ്റ്ററിൽ നടന്ന് മാലിന്യം വിതറുന്ന നടേശൻ. VS ഇറങ്ങി അത് അടിക്കുന്നതോടുകൂടി ഈ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ BDJസിന്റെ കടക്ക് കത്തി വെച്ചത് അവരെ പൊളിച്ചു കളഞ്ഞത് VS അച്ചായൻ്റെ രാഷ്ട്രീയ ഇടപെടലാണ്. എന്നുവെച്ചാൽ VSന് അറിയാമെന്ന് ഈ ഒരു തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPMലാൽ ഇടത് പാർട്ടികളുടെ ഒരു വലിയ ബാക്ക് ബോണായി നിൽക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് അവിടെ നിന്നൊരു BJPയിലേക്ക് പോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ കേരളത്തിന് അപകടമാണ്, അല്ലെങ്കിൽ അത് BJPയുടെ വളർച്ചയ്ക്ക് വഴി തെളിക്കുമെന്ന് കണ്ടുകൊണ്ട് കൃത്യമായി തന്നെ അവിടെ വെച്ച് വെള്ളാപ്പള്ളി നടേശനെ ബ്ലോക്ക് ചെയ്ത് ആ പാർട്ടിയുടെ വളർച്ച ഇല്ല തുടക്കത്തിൽ തന്നെ മൂട് വെട്ടിവിട്ടത്. പിന്നെ അത് കണ്ട് അതിന് മുന്നോട്ട് കാര്യമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് VS പങ്കെടുത്ത അവസാനത്തെ പൊതുപരിപാടി VK പ്രശാന്തിൻ്റെ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് യോഗം നമ്മുടെ കുറവങ്കോണത്താണ്. ഞാനൊരു ഷൂട്ട് കഴിഞ്ഞ് നേരെ VS അന്ന് വളരെ അപൂർവമാണ്, അന്ന് 2-3 യോഗങ്ങളുള്ളൂ. അപ്പം ഈ കുറവങ്കോണത്തെ യോഗം കാണാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയാണ്. അന്നൊന്നും ഇതേപോലെയാണ്, കടൽ കണക്കാണ് ആൾ. ആ കുറവങ്കോണം ജംഗ്ഷൻ നിറയെ ആളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ +2 ഒറ്റ പഠിക്കുന്ന കുട്ടികൾ, സ്കൂൾ യൂണിഫോമില്ല, പെൺകുട്ടികൾ ഒരു 5-6 പേരുണ്ട്. ഇവർ VSനെ ദൂരെ നിന്ന് കണ്ടിട്ട് അപ്പോൾ VSനെ അടുത്ത് കാണാൻ വേണ്ടി ഇവർ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമ്മളതൊക്കെ ഒന്ന് ആലോചിക്കണം, ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യനും ഈ കുട്ടികളും തമ്മിലുള്ള ഒരു പ്രായ വ്യത്യാസമൊക്കെ നോക്കിയാൽ, അതായത് ഇവരുടെയൊക്കെ അപ്പൂപ്പനേക്കാൾ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഒരാൾ സ്റ്റേജിൻ്റെ അങ്ങ് ദൂരെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണുന്നു ഈ കുട്ടികളുടെ ഒരു ബഹളവും VSനെ അടുത്ത് കാണാനുള്ള ഇവരുടെ ഒരു ആവേശവും. അവസാനം ഈ പാർട്ടിക്കാരിങ്ങനെ ഇവർക്ക് വഴി കൊടുക്കുകയാണ് ഈ VSൻ്റെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മനുഷ്യരുടെ മുഖത്ത് സന്തോഷം വിരിയിച്ച, എത്ര മനുഷ്യർക്ക് പ്രത്യാശ കൊടുത്ത മനുഷ്യന്മാരാണ് ഇവരൊക്കെ, അല്ലേ? അത് ആലോചിക്കുമ്പോഴേ, കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയം ശരിയല്ല, രാഷ്ട്രീയക്കാർ ശരിയല്ല എന്നൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് വരുമ്പോൾ പോലും ഈ മനുഷ്യരെയൊക്കെ കണ്ട് ആയിരങ്ങൾ റോഡിലിറങ്ങി നിന്ന് അല്ലെങ്കിൽ തെരുവിലോട്ടിറങ്ങി നിന്ന് രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നത് നിസ്സാര കാര്യമാണോ? നമുക്കാരെങ്കിലും പറ്റുമോ? അതൊരു കാര്യം തന്നെയാണ് വെച്ചാൽ നമ്മുടെ എല്ലാ ഈ പ്രധാന നേതാക്കളുടെയൊക്കെ ഒരു പ്രത്യേകത, അവരുടെ എല്ലാം പ്രത്യേകത നമ്മൾ സാധാരണ ഇതിലൊക്കെ പല കാര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരെ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വരുന്ന എന്തെല്ലാം പ്രതിസന്ധികളുള്ള മുന്നിൽ വരുന്ന ആളുകളെ അവർ പറയുന്ന ആശയങ്ങളിലേക്ക് ആകർഷിക്കാനും അവരോട് പലതരത്തിൽ എതിർപ്പ് കാണും. അതിപ്പോൾ ഇപ്പം പിണറായി വിജയൻ വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ VD സതീശൻ ആയിക്കോട്ടെ, VD സതീശൻ വന്നാലും ഇവരോടൊക്കെയുള്ള എതിർപ്പുകൾ കാണും. പക്ഷേ ഈ പ്രധാന നേതാക്കൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ അവർ ഏറ്റവും പ്രധാന നേതാവാകുന്നത്, അവരൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അവർ സംസാരിക്കുന്ന അവരുടെ സംസാരം കൊണ്ട് ഇവർ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഈ അതുവരെ അല്ലെന്ന് കരുതുന്നവരുടെ പോലും മനസ്സിലൊരു തോന്നലുണ്ടാകും. വെച്ചാൽ എങ്ങനെ രാഷ്ട്രീയം പറയണം അത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. അത് എനിക്കൊന്ന് അപൂർവ നേതാക്കൾക്കാണ് ഈ ആ തരത്തിലേക്ക് രാഷ്ട്രീയം. പക്ഷേ ഈ ലല്ലു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ AK ആന്റണി സജീവമായിട്ട് നിൽക്കുന്ന കാലത്ത് AK ആന്റണി അപ്പുറത്തും ഇപ്പത്ത് VS അച്ചായൻ നിൽക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും ഈ രാഷ്ട്രീയ ബുദ്ധിയിൽ കാലന്മാരാണ്. ഏത് തരത്തിലും എങ്ങനെ ഒരു 5 മുഴമൊക്കെ മുന്നിൽ കണ്ടായിരിക്കും ഇവർ രണ്ടുപേരും അടിക്കുന്നടി. ആ അടി എങ്ങനെ അടിക്കണമെന്ന് അറിയാവുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ തന്നെ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് ഇവരുടെ ഇത്തരം ഒരു ചെറിയ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നുള്ളൊരു ഭയങ്കര പരിപാടിയുണ്ട്. ഈ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം കാണുന്നതല്ലോ ഈ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരത്തൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണം തീരാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ നൈസായിട്ട് AK ആന്റണി വന്ന് ഇറങ്ങിയിട്ട് ജീപ്പ് കയറി തീരദേശം വഴിയൊരു പോക്കുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്നത് അതോ വേണം വോട്ട് വേണം. കാരണം എന്താ പറയുക, ചിലരുടെ സ്വാധീനമുള്ള പോക്കറ്റുകളിൽ ചില കാണിക്കുന്ന പരിപാടികളെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ അവിടെയും ഇതുപോലെ ഈ മത്സരിക്കുന്ന സമയത്തും ആന്റണി തിരുവനന്തപുരത്ത് തീരദേശം, അപ്പോൾ തീരദേശത്ത് രാവിലെ ആന്റണി വരുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ എന്ന് നിൽക്കുമ്പം അവിടെ അങ്ങനെ കാര്യമായിട്ട് ആളൊന്നുമില്ല. അപ്പം നമ്മൾ കരുതുന്നത് ഇപ്പോൾ ആന്റണിയുടെ പഴയ ഒരു ശേഷിയൊക്കെ പോയി, വേക്ക വരുന്നതിന് അങ്ങനെ ആളൊന്നും ഇല്ലെന്ന്. ആന്റണി വന്നങ്ങോട്ട് നിന്ന് പരിപാടി അങ്ങോട്ട് തുടങ്ങി ഒരു 2 മിനിറ്റ് വണ്ടി വന്നു കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞില്ലേ അല്ലേ, പിന്നെ തിരയടിക്കുന്ന പോലെയാണ് 2 സൈഡിലും ആളുകൾ വന്ന്. ഇത്തരം നേതാക്കൾക്ക് പറഞ്ഞാൽ ഇവർക്ക് എവിടെ ചെന്നാലും ഇപ്പം ഈ ആളുകളെ ആകർഷിക്കാനുള്ള, ആളുകളെ കൂട്ടാനുള്ള ഒരു വലിയ ശേഷി. അപ്പം അത്തരം നേതാക്കൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിനെ കളർഫുൾ ആക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് VS അച്യുതാനന്ദന് 2ാം തവണ സീറ്റ് നിശ്ചയിച്ചില്ല. ആദ്യ തവണ സീറ്റ് നിശ്ചയിച്ച് പുള്ളി മത്സരം ജയിച്ചു. 2ാം തവണ സീറ്റ് നിഷേധം കഴിഞ്ഞ് അവസാനം സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ച് പുള്ളി ആദ്യം വരുന്നത് കൊല്ലത്ത് ജലദർശനിയിലെ LDF കൺവെൻഷനാണ്.
ഞാൻ ഈ ആ സമീപകാലത്ത് അതുപോലെ ഈ ആളുകൾ ഇങ്ങനെ മറ്റേ കബഡി കളിക്കാൻ നിൽക്കുന്ന ആളിങ്ങനെ വിരാന്നാണ് നിൽക്കുന്നത്. ഈ VS വന്നിറങ്ങുന്ന കാര്യത്തിൽ. അപ്പോൾ VS വന്ന് കാലെടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് VS പിന്നെ എടുത്തുകൊണ്ട് പിന്നെ എടുത്തോണ്ടാണ് പോണേ. പിന്നെ എടുത്ത് തോളിൽ വെച്ചിട്ട് നേരെ കൊണ്ട് സ്റ്റേജിലങ്ങ് വെച്ചു കൊടുക്കുക അവർ. കാരണം ആളുകളുടെ ഒരു ആവേശം അങ്ങനെയാണല്ലോ. അത് ഈ ഉമ്മൻചാണ്ടി വരുന്നിടത്ത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉമ്മൻചാണ്ടി വരുന്നിടത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് വാരിയിട്ട കുറെ വീഴത്തില്ല. കാരണം പിന്നെ പുള്ളിക്ക് ഇതൊരു രസമാണ്. കൊള്ളാലോ. അപ്പോൾ ചുറ്റും നിന്ന് കാരണം ആ പുള്ളിയുടെ മുഖം ഇനി എത്രയൊക്കെ പുള്ളി ശാരീരികമായിട്ട് ഒരു പാർട്ടി പ്രവർത്തകർ എന്ന് ബുദ്ധിമുട്ടിച്ചാലും പുള്ളി ഇങ്ങനെ ചിരിച്ചു. അതൊരു അസാമാന്യമായ കഴിവാണ്. സത്യം പറഞ്ഞാൽ ആ കഴിവൊക്കെ കൊണ്ട് തന്നെയാണല്ലോ ഇവരിപ്പോഴും ആളുകളുടെ ഹൃദയത്തിലുള്ളത് എന്നാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ഭേദം ഇപ്പം ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഒരു പ്രത്യേകത ഇവരൊക്കെ ഇപ്പം VS ആയാലും കെ കരുണാകരനായാലും AK ആന്റണിയായാലും ഇപ്പം നിൽക്കുന്ന പിണറായി വിജയനായാലും ഇവരെല്ലാവരും ആളുകളുടെ കയ്യിൽ നിന്ന് ആവശ്യം പോലെ സ്നേഹത്തിനൊപ്പം തന്നെ എതിർപ്പുകൾ, ഭീകരമായ എതിർപ്പുകൾ എല്ലാം നേരിടേണ്ടി വന്നത്. പക്ഷേ ഈ എതിർപ്പൊക്കെ ഇവരോടുണ്ടെങ്കിലും ഇവരൊക്കെ ശക്തമായി എതിർക്കുമ്പോൾ ഇവരോടൊക്കെ ആളുകൾക്കൊരു സ്നേഹമുണ്ട്. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് വെച്ചാൽ ഇവർക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ കൊണ്ട് അവർക്കൊരു ഒരു നമ്മളെ അത്ഭുതപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നമ്മളെ ആനന്ദിപ്പിക്കാനുള്ള ഒരു ശേഷി. ആ ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പാർട്ടി പ്രവർത്തകർക്ക് അതൊരു ആവേശമായിരിക്കും. പുറത്തുനിന്ന് കാണുന്നവർക്കായാലും അവരുടെ ഒരു ബഹുമാനവും സ്നേഹമൊക്കെ. അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു സാധനമുണ്ട്. പുറത്തുനിന്ന് കാണുന്നവർ ഇയാൾ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ഈ പുള്ളി പറയുന്നത് ഭയങ്കരമായിട്ട് അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യർ വേറെ ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത്. അല്ലേ? ഇപ്പോൾ പിണറായി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ചിലപ്പോൾ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ വെച്ച് നിങ്ങൾ ചെയ്യരുത് എന്താണ് എന്ന് വെള്ളം ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പുറത്തുനിന്ന് കാണുന്ന ഒരാൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും. പക്ഷേ ഇവരൊക്കെ അത് കൊള്ളാം ഏത് ആ ദേഷ്യപ്പെടുന്നതിന് കൈയടിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. എനിക്ക് തോന്നുന്നു രണ്ടിടത്തും ഇപ്പം ലെഫ്റ്റിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് പോകേണ്ടി വരുന്നത് പിണറായി വിജയന് പോകേണ്ടി വരുന്നതാണ്. പിന്നെ MV ഗോവിന്ദന്, പിന്നെ MA ബേബി സജീവമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും സജീവമായിട്ടുണ്ട്. ഇന്ന് SRPക്ക് അങ്ങനെ ദീർഘ എല്ലാ യാത്രകളും SRPക്കും പാടാണ്. പിന്നെ അവിടെ ദേശീയ തലത്തിൽ നിന്ന് യെച്ചൂരി വരുന്നുണ്ട്. ഈ വൃന്ദയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ വിജയരാഘവനെ കണ്ടപ്പോൾ വിജയരാഘവൻ പറഞ്ഞ് വൃന്ദ വരണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉള്ള ആഗ്രഹം. സീതാറാമിനേക്കാളും കാരാട്ടിനേക്കാളും ആളുകൾ കൂടുതൽ ഇപ്പോൾ വൃന്ദയുടെ വൃന്ദയുടെ ആക്ടിവിസ്റ്റ് മോഡ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം. കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും പോകുന്നത് VD സതീശന് എല്ലായിടത്തും പോകാനുള്ളത്. പിന്നെ രമേശ് ചെന്നിത്തല ഏറ്റവും സജീവമായിട്ട് തന്നെ ഉണ്ട്. ഹസനും സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. ഇപ്പം അവിടുത്തെ കോൺഗ്രസിലെ KC വേണുഗോപാലിനോ അല്ലെങ്കിൽ K സുധാകരനും ഒന്നും ശശി തരൂരിനൊക്കെ ആയിരുന്നു ആള് കിട്ടുന്നത്. പക്ഷേ ഇവർക്കൊന്നും സ്ഥാനാർത്ഥികളോടുകൂടി അവർക്ക് പോകാൻ കഴിയും. ഇവരെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ നമ്മൾ ഈ കണ്ട് ശീലിച്ച ഈ ജനത്തിനെ ഇളക്കി മറിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര മിസ്സിംഗ് ആയിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ജനം എല്ലാം മറന്ന് ജനം ആവേശഭരിതരാകുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ടോട്ടൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് കാലത്ത് അങ്ങനെ ഒരാളെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എതിരാളികളില്ലാത്ത ഒരേ ഒരു നേതാവ് VS ആണ്. VS എതിരാളികൾക്കും കൂടെ നിൽക്കുന്നവരെല്ലാം ഇളക്കി മറിക്കില്ല. എൻ്റെ ബോക്സ് ഓഫീസിൽ ഹിറ്റാവുന്ന രജനീകാന്ത് പടം പോലെയാണ് പുള്ളി വന്ന് ആവേശ സിനിമയിൽ ബദ്മാസിലെ കഴിഞ്ഞാടുന്ന പോലെയാണ് പുള്ളിയെ കൊണ്ടങ്ങറക്കും. കാരണം ഒന്നാമത്തെ വർഷം നമ്മളിത് നമ്മൾ ഈ പല സ്ഥലത്ത് പോയി കണ്ട് ശീലമായിട്ടുണ്ട്. നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് കാഴ്ച, ഭയങ്കര മിസ്സിംഗ് ആണ്. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഇവരുടെ ഒരു കുടുംബത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഈ മനുഷ്യന്മാർ വന്നിരുന്ന് മറുപടി പറയാന്നുള്ളത് നിസ്സാര കാര്യമാണോ? അതടക്കം അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട്ടുപുറത്തൊക്കെ ഈ പാർട്ടി ഭേദമന്യേ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അങ്ങനെ ദൂരസ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും അത് പോകുന്നത് കേൾക്കാം. അവർക്ക് പാർട്ടി ചിലപ്പം പ്രസംഗം കേൾക്കാം. പിണറായിയുടെ പ്രസംഗം കേൾക്കാൻ പറ്റുന്ന ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് AK ആന്റണിയെ കാണാൻ വരുന്ന ആൾ ചിലപ്പോൾ CPM-കാരനായിരിക്കും. പക്ഷേ അങ്ങനെ ഇവരുടെയൊക്കെ നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ഒരാൾക്കാർ ഇപ്പോഴും. പിന്നെ ഈ കണിയാപുരം രാമചന്ദ്രൻ, N പീതാംബരക്കുറുപ്പ്, R ബാലകൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവരൊക്കെ വരുന്നെന്ന് അറിഞ്ഞാൽ തന്നെ ആ ഏരിയ ജനനിബിഡമാകും. അവർ പറയുന്ന രാഷ്ട്രീയം, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനേ. ഈ ലല്ലു പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ സമയം തീരാകുമ്പോൾ അതുകൊണ്ട് പറയാൻ അവസാനിപ്പിക്കാം. എൻ്റെ നാട്ടിലെ ഓച്ചിറ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കണിയാപുരം മരിക്കുന്നവരെ കണിയാപുരം ഒരു ദിവസമുണ്ട്. അപ്പോൾ കണിയാപുരം വരുന്നതിൻ്റെ അന്ന് ആകെ ഉത്തരവുള്ള ഒരു നോട്ടീസാണല്ലോ പണ്ട് ഒട്ടിക്കുന്നത്. ഒരു നോട്ടീസിനകത്ത് എഴുതി ചുവപ്പ് കളറിലോ കറുപ്പ് കളറിലോ വെള്ള പേപ്പറിനകത്ത് എഴുതി അവിടെ ഇവിടെ ഒട്ടിക്കും, കണിയാപുരം ഓച്ചിറയിൽ ഇന്ന ദിവസം വൈകിട്ട് 5 മണിക്ക്. അപ്പം ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കണിയാപുരം ഇതുപോലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി അവിടെ വന്ന്. അപ്പോൾ കണിയാപുരത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് കണിയാപുരം എവിടെയൊന്ന് പോയി അത്യാവശ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് കണിയാപുരം വരുന്നത്, സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് താമസിച്ച് വന്ന് കണിയാപുരം നേരെ കയറി ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കൂട്ടുകാരൻ ശ്രീനിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ചിന്താവിഷ്ടയായ ശ്യാമള എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളി പറഞ്ഞത് ചിന്താവിഷ്ടയായ
സീതയെന്ന പഴയ കാവ്യം വെച്ചിട്ട് പുള്ളിയുടെ ആ ഒരു ഓർമ്മ വെച്ച് അതിലൊരു പൂച്ചയുണ്ട്. ഈ കരണ്ട് കെട്ട് വരുമ്പോൾ കരയുന്ന പൂച്ചയാണ്. ഞങ്ങൾ ആ പൂച്ചയെ അങ്ങ് കൊന്നു എന്നാ പറഞ്ഞത്. അതായത് ഞങ്ങൾ കരണ്ട് കെട്ട് നിർത്തി അവർ ജനം കൈയടിച്ചെന്ന് വെച്ചാൽ ആ ഒറ്റ വാചകം കൊണ്ട് ജനത്തിനെ മുഴുവൻ കയ്യിലെടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മിസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബൈറ്റുകൾ. എത്രയോ മറ്റേ ടെലിവിഷൻ ചാനലുകളുടെ എത്രയോ സമയങ്ങളെ ഗംഭീരമാക്കാനുള്ള ബൈറ്റുകൾ ആണ് നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര മിസ്സാണ് സത്യം പറയല്ലേ. പുതിയ ആളുകൾ അതുപോലെ താരങ്ങളായി ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.